തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടതാണ്. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിന്റെ ഒരു പ്രശ്നം നമ്മുടെ റോഡ് വീതി കൂട്ടുന്നതോ റോഡ് വികസിപ്പിക്കുന്നതോ ഒന്നുമല്ല. ഈ റോഡിന്റെ വെർട്ടിക്കൽ കർവുകൾ ഒഴിവാക്കാൻ വേണ്ടി, അതായത് കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി കയറ്റിറക്കമുള്ള ഭൂപ്രകൃതിയാണ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. അപ്പോ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള പാത ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരൊരു മൺതിട്ട അങ്ങ് രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. കേരളത്തിന്റെ ചർച്ചയുടെ സമയത്ത് നമ്മൾ ഇതിന്റെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചതാണ്. കേരളം പോലെ ഇത്രയധികം മഴ ലഭിക്കുന്ന ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ച് പാടങ്ങളും അതുപോലെ വെള്ളം സംഭരിക്കപ്പെടുന്ന ഈ സ്ഥലങ്ങളിൽ അവിടെ ഈ പോലെ മൺതിട്ടകൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു അശാസ്ത്രീയത, അത് നമ്മുടെ വാട്ടർ ലോഗിങ്ങിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അതിനനുസരിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അപ്പൊ ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ പാലാരിവട്ടം പാലത്തെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അത് ഓവർഹെഡ് പാലമായിരുന്നു. അതിന്റെ കോൺക്രീറ്റിലെ ചേരുവകളും അത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുമാണ് പ്രശ്നമെങ്കിൽ, ഇത് ഈ മൺതിട്ട നിർമ്മിച്ചതിലെ അശാസ്ത്രീയത തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് ഉപയോഗിക്കാൻ ഉദ്ഘാടനം ചെയ്തിട്ട് പോലും ഇല്ല. നമ്മൾ സർവീസ് റോഡിലെ വിള്ളലേ കണ്ടുള്ളൂ. മുകളിലത്തെ റോഡിൽ ഗർത്തം വരികയും JCBയും ബൈക്കും ഉൾപ്പെടെ ആ ഗർത്തത്തിൽ വീണ് കിടക്കുകയും ചെയ്യുന്നു എന്ന് അവിടെയുള്ള നാട്ടുകാർ പറയുന്നു. അങ്ങോട്ടേക്ക് ആളെ കടത്തിവിടാതിരിക്കുകയോ ഫോട്ടോകൾ നിഷേധിക്കപ്പെടുകയോ ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പൊ സമീപ പ്രദേശത്തെ ആ വയല് ഉയർന്നു പൊങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മുകളിലത്തെ മണ്ണിന്റെ മുകളിൽ ഇരുത്തം വരുന്നുണ്ട്, സമീപത്തുള്ള ഭൂമി മുകളിലേക്ക് തള്ളി വരുന്നു എന്ന് പറഞ്ഞാൽ ആ പരിസരത്തെ മുഴുവൻ ഭൂമിയുടെ സ്ട്രാറ്റയിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നും അവിടുത്തെ ആ പ്രദേശത്തിന് പറ്റിയതല്ല എന്നുമാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിനി എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളത് ഇവർ ചെയ്യട്ടെ. ഇവർ നേരത്തെ വന്ന പോലെ സിമെന്റ് വെച്ച് അടച്ച് ആ പൊട്ടൽ പരിഹരിച്ചുകൊണ്ട് ഇത് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? നല്ല മഴക്കാലത്ത് ഓറഞ്ച് അലർട്ട് വന്നില്ല, അത് പേപ്പറിൽ കൊടുത്തേ ഉള്ളൂ, അപ്പോഴേ ഇത് തകർന്നു പോയി. അപ്പൊ റെഡ് അലർട്ടിന്റെ കാലത്ത് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഈ അശാസ്ത്രീയത നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ്. ഏത് വിധേനയും 2026 ഇലക്ഷന് മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള കാര്യം മാത്രമാണ്. ഇപ്പം കഴിഞ്ഞ 2 ദിവസം നിങ്ങൾ നോക്കിയാൽ ഈ റോഡിന്റെ മഹാത്മ്യത്തെ കുറിച്ച് 4 ലേഖകന്മാരെ ഒരേ സമയത്ത് നിർത്തി കൈരളി വാർത്തയിലൂടെ ഈ മലപ്പുറം ഈ പറയുന്ന പ്രദേശത്ത് തന്നെ ആ റോഡിന്റെ മനോഹരതയെ കുറിച്ച് വർണ്ണിക്കുന്നത് ഞാൻ കണ്ടതാണ്, ആ ദൃശ്യം. പക്ഷെ ഇപ്പം ഈ അപകടം ഉണ്ടായതിനു ശേഷം കൈരളിയിലോ പീപ്പിളിലോ മാത്രം അത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തി. അതും ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, അതെടുത്തിട്ട് ഒരു ഭരണ നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിക്കുകയും അതിനനുസരിച്ച് അതിനെ രൂപപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഏജൻസി ആയിട്ടുള്ള NHAIയോട് ഇങ്ങനെയല്ല ഈ റോഡ് നിർമ്മിക്കേണ്ടത്, സമയമെടുത്തിട്ടായാലും ശാസ്ത്രീയമായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടം ഉണ്ടാകാത്ത രീതിയിൽ നിർമ്മിക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യേണ്ട ഗവൺമെന്റ് പകരം അതിന്റെ ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി സ്പീഡപ്പ് ചെയ്യുകയാണ്. അങ്ങനെ നിർമ്മിക്കാവുന്ന നിർമ്മാണങ്ങളല്ല ഈ പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായും അശാസ്ത്രീയമാണ്. ഒന്നാമത് ഇത്തരം മൺതിട്ടകൾ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതാ ഭൂമിയുടെ പ്രതലത്തിനനുസരിച്ചുള്ള കയറ്റിറക്കങ്ങളും ആ സ്പീഡിൽ സഞ്ചരിക്കുന്നതാണ് റോഡെന്ന് പറയുന്നത്. നിങ്ങൾ 60 കിലോമീറ്റർ 70 കിലോമീറ്റർ ആയിട്ട് റോഡിലൂടെയുള്ള വേഗത പരിമിതപ്പെടുത്തിയ ശേഷം ഇങ്ങനെ വെർട്ടിക്കൽ കർവ് ഒഴിവാക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒറ്റ ലൈനിൽ ഇത് നിർമ്മിക്കേണ്ട കാര്യമില്ല. അതിന്റെ അപകടങ്ങൾ വേറെ ഉണ്ട്. ഈ ഭൂമി പ്രതലത്തിനനുസരിച്ച് ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി തങ്ങളുടെ ഉപജീവന മാർഗമായിട്ടുള്ള ചെറിയ കടകൾ, ഈ നമ്മുടെ കേരളത്തിന്റെ ഒരു സവിശേഷത അതാണ്, ഒരു അർബൻ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ പറയുന്നതാണ്. റോഡിന് മുഴുവൻ ദൂരവും ഈ കടകൾ സ്ഥാപിച്ച് അവിടെ നടക്കുന്ന കച്ചവടം കൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. അവരുടെ മുഴുവൻ വയറ്റത്തടിക്കുന്ന രീതിയിലാണ് ഈ ആകാശപാത നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഈ സഞ്ചരിക്കുന്നവർക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് 5 ഏക്കർ സ്ഥലമുള്ള ഓരോ തുരുത്തുകൾ നിർമ്മിക്കുകയാണ്. OKIH എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഓവർസീസ് കേരള ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, അവരുടെ റെസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന പദ്ധതി അത് കാസർഗോഡ് ആരംഭിച്ചിട്ടുണ്ട്, മറ്റ് ജില്ലകളിലും അങ്ങനെ ആരംഭിക്കുകയാണ്. അത് വിദേശ മലയാളികൾക്കും കൂടി
ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ തുരുത്തുണ്ടാക്കുക. അപ്പൊ കാറിൽ സഞ്ചരിച്ചാൽ ഇപ്പൊ ഞാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിച്ചാലും എനിക്ക് വളരെ സൗകര്യമാണ്, ഓടിക്കാൻ നല്ല സുഖമാണ്, ഇറങ്ങാൻ ഇതുപോലത്തെ സ്റ്റോപ്പുകൾക്കാണ്. യാത്രക്കാരനെ സംബന്ധിച്ച് അത് നല്ലതാണ്. പക്ഷേ ഇവിടെ ഉപജീവന മാർഗം കഴിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവരോട് ഇന്നലെയുള്ള പ്രതലമല്ല റോഡെന്ന് പറയുന്നത് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരു ലൈനാണ് എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും എന്നുള്ളതും ഒരു വിഷയമാണ്. അപ്പൊ ഇതൊന്നും ആലോചിക്കാതെ വെറുതെ ഒരു ലൈറ്റ് ഇട്ട് ഒരു 6 വരി പാത കാണിച്ചിട്ട് വികസനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ പുറകെ പോകുന്നതിന്റെ ഒരു ഫലവും കൂടിയാണ്. ഈ മൺതിട്ട അനാവശ്യമാണ്. ഇവിടെ മാത്രമല്ല അതിന്റെ പ്രശ്നം, ഈ തിട്ടയ്ക്ക് വേണ്ടി സ്ഥലം മണ്ണെടുത്ത വേറെ സ്ഥലത്തും ഈ മഴക്കാലത്ത് അതിന്റെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ റോഡിന്റെ ഭാഗമായി കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇത് കേരളത്തിൽ ഉടനീളം ഇങ്ങനെ അനാവശ്യമായി മണ്ണെടുത്ത് 4-5 നില കെട്ടിടത്തിന്റെ പൊക്കത്തിൽ ഈ റോഡ് ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതിന്റെ തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.